കേരളത്തിലെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ എന്താണ് അസുഖം? അത് സംബന്ധിച്ച് ഒരുപാട് പേര് സർക്കാരിന് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തു. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് പ്രശ്നം? കാരണം മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. അമേരിക്കയ്ക്ക് പോകുന്നത് നികുതി പണം കൊണ്ടാണ്, നമ്മുടെ കാശാണ്. എൻ്റെയും കുമാർ സാറിൻ്റെയും നമ്മൾ ഈ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പണം എടുത്തിട്ടാണ് മുഖ്യമന്ത്രി ചികിത്സിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം, ഇത് ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ കൊടുത്തത്. RTI പ്രകാരമുള്ള ഈ അപേക്ഷകളൊക്കെ തള്ളിയിട്ട് പറഞ്ഞു, രോഗം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്, അത് പുറത്ത് പറയാൻ പാടില്ല. ഇതാണ് മുൻകാലങ്ങളിൽ എടുത്തിരുന്ന സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് പിണറായിക്ക് എന്താണ് രോഗമെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാറില്ല. ഇടയ്ക്ക് പിണറായിക്ക് സുഖമില്ലാതെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നിരുന്നു, ഓർക്കുന്നില്ലേ? അദ്ദേഹം ഒന്ന് ഒമിറ്റ് ചെയ്തു, പിന്നീട് കുറച്ച് നാളത്തേക്ക് പരിപാടികളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ അതല്ല, ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്, ഇവിടെ കേരളത്തിലെല്ലാം ഉണ്ട് എന്നൊക്കെ വീണ ജോർജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ 2018 ആദ്യമായി അമേരിക്കയിൽ പോകുന്നത്. മയോ ക്ലിനിക്കിൽ പോയി. മയോ ക്ലിനിക് എന്ന് പറയുന്നത് അമേരിക്കയിലെ അതിപ്രശസ്തമായ ഒരു ആശുപത്രിയാണ്. 2018 പോയി, 2022 ജനുവരിയിൽ പോയി, 2022 വീണ്ടും പോയി, അവസാനം പോയത് 2025 കഴിഞ്ഞ വർഷം. ഇങ്ങനെ 4 തവണ മയോ ക്ലിനിക്കിൽ പിണറായി വിജയൻ ചെറുമകനെ ഉൾപ്പെടെയാണ് പോകുമ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ചികിത്സിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ RTI പ്രകാരം അപേക്ഷ കൊടുത്തവർക്കൊക്കെ അവകാശമുണ്ട്. ഒന്ന് നമുക്കറിയണ്ടേ, നമ്മുടെ നാഥനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് എന്താണ് പറ്റുക? അദ്ദേഹത്തിൻ്റെ ജീവനിലും ആരോഗ്യത്തിലും ക്ഷേമത്തിലും സൗഖ്യത്തിലുമൊക്കെ ഓരോ മലയാളിക്കും വലിയ താല്പര്യമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ നമുക്ക് അന്നം തരുന്ന ദൈവമാണല്ലോ. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, കളിയാക്കി പറയുന്നതല്ല, എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഓണക്കാലത്ത് കോവിഡ് കാലത്ത് കിറ്റ് തന്നു, അങ്ങനെ എന്തെല്ലാം സഹായം ചെയ്തു. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പിണറായി വിജയൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓരോ മലയാളിക്കും വലിയ താല്പര്യമുള്ള കാരണഭൂതനായ, എല്ലാത്തിനും കാരണഭൂതനായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യം, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഈ സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് ഓപ്പൺ മാഗസിൻ. അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ഓപ്പൺ. അതിൻ്റെ പത്രാധിപർ പാട്യം ഗോപാലൻ്റെ, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പാട്യം ഗോപാലൻ്റെ മകൻ NP ഉല്ലേഖാണ്. NP ഉല്ലേഖ് പിണറായി വിജയനെക്കുറിച്ച് ഒരു ലേഖനം കവർ സ്റ്റോറിയായിട്ട് ഓപ്പണിൻ്റെ പുതിയ ലക്കത്തിൽ വന്നിട്ടുണ്ട്. ആ കവർ സ്റ്റോറി പറയുന്നത് കേരളത്തിൽ LDFന് വരാനുള്ള സാധ്യതകൾ, LDF ആണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള മുന്നണി. പിന്നെ ആകെ LDFന് ഒരു പ്രശ്നമുള്ളത് പിണറായി വിജയൻ്റെ പ്രായം മാത്രമാണ്. പ്രായം ഇത്രയായതുകൊണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും. നായനാരുടെ അവസാന കാലത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ല? നായനാരുടെ അവസാന കാലത്ത് നായനാർക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഭരണം മുഴുവൻ നടത്തിയിരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയും പിന്നെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരനും ചേർന്നാണ് എന്ന് പറഞ്ഞ് വലിയൊരു വിവാദം. നായനാർക്ക് വയസ്സാവണതിന് മുമ്പ് തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും എന്തൊക്കെ വിവരക്കേടാ വിളിച്ച് പറയാറുള്ളതെന്നറിയോ? സുനിൽ ഓർമ്മയില്ലേ, ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ TN ശേഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചു, തിരുവനന്തപുരത്ത് അന്ന് നായനാരാ മുഖ്യമന്ത്രി, ചോദിച്ചു, ഒരു പത്രക്കാരൻ ചോദിച്ചു, CM ഈ TN ശേഷനെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചുള്ളൂ, അത് ഈ കോൺഗ്രസിൻ്റെ എന്താ വല്ല റോളുണ്ടോ അതിനകത്ത്? അത് പിന്നെ ചോദിക്കാനുണ്ടോടോ, അയാൾ പണ്ട് തൊട്ടേ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ ജോലിക്കാരനല്ലായിരുന്നു. അപ്പോൾ അല്ല, അത് TN ശേഷനാണ് സാർ, IAS കാരൻ, പിന്നെ മറ്റേത് NK ശേഷനാണെന്ന് പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും ശേഷം തന്നെയല്ലടോ ആള്. അങ്ങനെ പറഞ്ഞ് വീണെടുത്ത് കിടന്ന് ഉരുണ്ടാനൊക്കെ മുഴുവൻ. പക്ഷേ ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം TN ശേഷൻ ആയിക്കോട്ടെ, പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്, പണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ട് ഒരാളെ ഉണ്ടായിരുന്നു. ഈ ആളെ നിയമിച്ചുകൊണ്ടിരുന്ന ആരാണ്? പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളെ ആക്കും. അന്നൊന്നും ആർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഒരാക്ഷേപവും ഇല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഒരു വിദ്വാന്, അയാളുടെ പേര് എന്താ, MS ഗില്ലാണോ? ഗില്ലല്ല, ഗില്ലിനൊക്കെ മുമ്പുണ്ടായിരുന്ന ആളെ പിന്നെ ആർക്കെന്താ, നവീൻ ചൗള ഗില്ലിന് നമ്മുടെ ഇദ്ദേഹത്തിന് ശേഷമാണ് വന്നത്. ഗോപാലസ്വാമിക്ക് ഏതോ ഒരാൾക്ക് എന്തോ വലിയ ബഹുമതികളൊക്കെ പിന്നീട് കൊടുത്തിട്ടുണ്ട്.
നവീൻ ചൗളയ്ക്കായിരിക്കും. ആ അല്ല, അതല്ലെങ്കിൽ നവീൻ ചൗളയുടെ ഭാര്യ സോണിയാഗാന്ധിയുടെ വലിയ അടുപ്പക്കാരനായിരുന്നു അല്ലേ, ആ, ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ആള്. അവരും പിന്നെ അത് കൂടാണ്ട് നവീൻ ചൗളയാണ് ഈ തെരേസയുടെ ജീവിതകഥയൊക്കെ അല്ല എഴുതിയത്. നയനാർ പറഞ്ഞ കറക്റ്റാണ്. അക്കാര്യത്തിൽ നയനാർ സോണിയാഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബത്തിന്റെ അടുക്കളക്കാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ശാസ്ത്രി പെരിശാസ്ത്രിയുടെ കാര്യമാണ്. പെരിശാസ്ത്രി ഇവരുടെ വീട്ടിലെ പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും പോയിക്കൊണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കുഴപ്പമില്ല. ഇപ്പോഴാണ് ജ്ഞാനേഷ് കുമാർ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പം. നരേന്ദ്രമോദി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നതിനകത്ത് ഏകാംഗ കമ്മീഷൻ ആയിരുന്നത് ശേഷന് ശേഷം ഒന്നിലേറെ പേരായി. കാരണം ശേഷൻ അമിതാധികാരം കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നിലേറെ അംഗങ്ങളുള്ള കമ്മീഷൻ ഉണ്ടാക്കിയത്. അതിനുശേഷം മോദിയുടെ കാലത്ത് വരുമ്പോഴാണ് അങ്ങനെ നിയമിക്കുന്നത് പ്രതിപക്ഷ നേതാവും ഒരു മന്ത്രിയും പ്രധാനമന്ത്രിയും ചേർന്ന് ബോഡി ഉണ്ടാക്കണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പ് സാർ നയനാര് പറഞ്ഞത് സത്യമാണ്. അങ്ങനെ നയനാരെ കുറ്റം പറയരുത്. അപ്പോൾ എനിക്ക് നയനാരെ പരിചയമൊന്നുമില്ല കേട്ടോ. കാരണം അന്നൊക്കെ ഞാൻ നയനാര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കിടക്കുക, പത്രപ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് നയനാരുടെ മറ്റേ പ്രസ്താവന വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതിൽ ഉറച്ചു നിന്ന് അടേ അമേരിക്കൻ ചായ കുടിക്കുന്ന പോലെ അല്ലടേ ഇത്. ഏതായാലും ഉല്ലേഖ് ഈ അഭിമുഖത്തിൽ ആകെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം മാത്രമാണ്. എന്നിട്ട് വളരെ നൈസായിട്ട് ഉല്ലേഖ് പറഞ്ഞു, അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അസുഖം ഉണ്ടായിരുന്നു, ആ അസുഖത്തിന് വേണ്ടി അദ്ദേഹം 3-4 തവണയൊക്കെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയി. ആ ചികിത്സ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ആ രോഗം മാറിയിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് ഒരു രോഗമുണ്ടായിരുന്നതും ആ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇന്ത്യയിൽ ഇല്ലായിരുന്നുവെന്നും അതിനാണ് അമേരിക്കയിൽ കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം. ആ രോഗം എന്തായിരുന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്പൺ മാസികയിൽ വളരെ കൃത്യമായി ഉല്ലേഖ് പറയുന്നു. ഉല്ലേഖ് പാട്യം ഗോപാലിൻ്റെ മകനാണ്. പിണറായി വിജയനുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. ഉല്ലേഖ് പറയുന്നു പിണറായി വിജയന് ക്യാൻസർ ആയിരുന്നു. ഇപ്പം സർവൈവറാണ്, പിണറായി വിജയൻ്റെ ക്യാൻസർ മാറി എന്നാണ് ഉല്ലേഖ് ഓപ്പൺ മാസികയിൽ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രസിദ്ധീകരണത്തിൽ പിണറായി വിജയന് എന്തായിരുന്നു രോഗമെന്നും ആ രോഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വീണ്ടും 3.0 മൂന്നാം തവണ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹം ഇനി മയോ ക്ലിനിക്കിൽ പോവില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നം മാറിയിരിക്കുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. ആകെയുള്ള പ്രായത്തിൻ്റെ ഒരു പ്രശ്നം മാത്രം. പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, ജ്യോതി ബസുക്കെ 90 വയസ്സോളം എന്താണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? ജ്യോതി ബസും 1977 തൊട്ട് 97 വരെ അദ്ദേഹം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. നല്ല പ്രായത്തിലും. അവസാനം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ സെക്രട്ടേറിയറ്റിൽ പോകും, 11 മണിക്ക് കൽക്കത്തയിലെ ബംഗാൾ ക്ലബ്ബിൽ വന്നിരുന്ന് 2 ലാർജൊക്കെ കഴിക്കും. കരിക്കിനകത്ത് മറ്റേ ഇതൊക്കെ ചേർത്ത് എന്താ പറയുക, ബക്കാഡിയോ എന്തോ സാധനമൊക്കെ ചേർത്ത്. ഇത് പത്രക്കാർക്കെല്ലാം അറിയാവുന്ന, നമ്മളത്ര വലിയ ഗോപ്യമായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുനിൽ, മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല. 2 പെഗ് ഒരാൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകും, അല്ലെ രാവിലെ ഓഫീസിൽ പോയിട്ട് 11 മണിക്ക് പോയി കള്ളു കുടിക്കാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഓർമ്മകൾ ഉണരുന്നുണ്ടല്ലേ? എവിടെ ചെന്നൈയിലും ബോംബെയിലും ഒക്കെ ഉണ്ടായിരുന്നു പത്രപ്രവർത്തനമായിട്ട്. നടക്കട്ടെ. ഒരു ദിവസം നമുക്ക് ഈ വെള്ളമടിക്കാതെ അവിടെ പറയണം കേട്ടോ. അത് പലരും പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പഴയ ഗവർണർ വിശ്വനാഥൻ പറഞ്ഞൊരു ഗവർണർ ഞാൻ അതിവിടെ പറയാൻ പറ്റില്ല ക്യാമറയ്ക്ക് മുന്നിൽ. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കുമാർജി ഞെട്ടിച്ചു പറഞ്ഞു. കുമാർജി ഇങ്ങനെ ഫോണെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരാളുടെ നമ്പർ കാണിച്ചു തരാം. ആരാന്നറിയാം? ദ്രൗപദി മുർമു, നമ്മുടെ ബഹുമാനിയായ രാഷ്ട്രപതിയുമായിട്ട് അവർ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ആളാണ് കുമാർ സാർ. പിന്നെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പുറകിൽ വന്ന് കുമാർ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് തട്ടി വിളിച്ചിട്ട് വണ്ടിയില്ലേ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നും പറയത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അനുഭവങ്ങളുടെ കാര്യം എടുത്താൽ കേരളത്തിലെ ഏതൊരു മാധ്യമ പ്രവർത്തകനും
ഉള്ളതിൻ്റെ 1000 ഇരട്ടി അനുഭവ കഥകൾ പറയാൻ ശേഷിയുള്ള ആളാണ് കുമാർ സാർ. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പൊക്കി ഞാനിവിടെ കൊണ്ടുവന്നിരുത്തി പീഡിപ്പിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഇവിടെ നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരാൻ. ലിഫ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതിന് മാത്രമാണ് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആളും എല്ലാം പയർ പോലെ ഇരിക്കുന്നത്. ഏതായാലും ഈ കഥകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അല്ല, ഈ പിണറായി പ്രായമായി എന്നുള്ള ഒരു എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഹീസ് എനർജറ്റിക് ആള്. അത് മാത്രമല്ല, ഈ മറ്റേ മാർക്സിസ്റ്റ് അല്ലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് ഒന്നും ഇതുവരെ കാണാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് പിണറായിക്ക്. അദ്ദേഹം വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഈ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനൊരു വിഷമം ഉണ്ടാവും മാർക്സിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു യാത്ര. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഡെങ് സിയാവോപിങ് ചൈനയിൽ വന്നൊരു വലിയ മാറ്റമല്ലേ കൊണ്ടുവന്നേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ക്യാപിറ്റലിസത്തിനെയാണോ ഫേവർ ചെയ്യണത്, കമ്മ്യൂണിസത്തിനെയാണോ ഫേവർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പൂച്ച എന്ത് നിറമായാലും കുഴപ്പമില്ല, എലിയെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ്. യുനോ, ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ട് ബൈ നെയിം സേക്ക്. പിന്നെ ദർ ഇസ് നോ ഹ്യൂമൻ റൈറ്റ്സ്. ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞ് എഴുതെങ്കിലും അവിടെ എന്താ തെറ്റ് കണ്ടാൽ അവരപ്പം വെടിവെച്ച് കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ജ്യോതി ബസു നല്ല പ്രായം വരെ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് 90-92 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മാറിയത് ഭരണരംഗത്തുനിന്ന്. അതുവരെ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു ഈ മുഖ്യമന്ത്രി. പിണറായിക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നം കൂടി ഇല്ലെങ്കിൽ 2026 മുതൽ 2031 വരെ ഭരിക്കാനായിട്ട് എന്താ പറയുക, 2031 വരെ ഒന്നും പിണറായി ഭരിക്കത്തില്ല. 31 വരെ ഒന്നും ഭരിക്കില്ല. മറ്റേ അത് സുനിൽ ഇതാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും. ഓക്കെ. അതൊക്കെ ജ്യോതി ബസു അത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഈ പിണറായി ഞാൻ ഈ പവർ കട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കുറച്ച് നാളെ വൈദ്യുതി മന്ത്രി ആയിരുന്നുള്ളൂ. അപ്പോൾ വൈദ്യുതി മന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിൽ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെങ്ങാണ്ട് 8 മണിക്കൂറോ 12 മണിക്കൂറോ ആയിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരി, അത് പവർ കട്ട് പിണറായിയുടെ കാലത്ത് അവസാനം നല്ല വൈദ്യുതി മന്ത്രിയായിരുന്നു, ഒരു തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി, പിണറായി ഇതാ ഇറങ്ങാൻ പോകുമ്പോൾ പവർ കട്ടാണ്. നമ്മൾ തന്നെ ഈ ഷൂട്ടിനിടയ്ക്ക് എത്ര പ്രാവശ്യം കറണ്ട് പോകുന്നു. ശരിയാ, ഡാം മാനേജ്മെൻറ്റ് ശരിയായില്ല. അതിന് പിണറായി അല്ല വൈദ്യുതി മന്ത്രി എന്ന് പറയാൻ പറ്റുമോ? കൃഷ്ണൻകുട്ടിയാണെങ്കിലും പിണറായിക്ക് മുന്നനുഭവം വെച്ച് ചെയ്യാൻ പറ്റില്ല. കൃഷ്ണൻകുട്ടിക്ക് പറയാണ്, കൃഷ്ണൻകുട്ടി തോറിയം കൊണ്ടുള്ള റിയാക്ടർ ഉണ്ടാക്കാനുള്ള അങ്ങനെയാണെങ്കിൽ മണിയാശാന്റെ കാലത്തേക്ക് പോയാലോ? ഡാം മാനേജ്മെന്റ് ശരിയായിരുന്നില്ല, വെള്ളപ്പൊക്കം ഉണ്ടാക്കി നമ്മളെയൊക്കെ മുക്കിക്കൊല്ലാൻ നോക്കിയില്ലേ? പക്ഷെ ഒരു വകുപ്പ് മന്ത്രിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി അതിനകത്ത് ഇടപെടാറില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ. പിണറായിയോ? എല്ലാ വകുപ്പും ഭരിക്കുന്ന പിണറായിയാ. ഏതായാലും പിണറായിക്ക് എനിക്കൊരു സംശയം, ഈ ക്യാൻസർ വന്നാൽ മാറുമോ? ക്യാൻസർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസർ ആണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു ഭേദാക്കി എന്ന് പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ സിനിമാ നടി മമത ഒരു ക്യാൻസർ സർവൈവർ ആണല്ലോ അല്ലേ. പിന്നെ വേറെ പലരും ഉണ്ട് അങ്ങനെ. പക്ഷേ ഈ എനിക്ക് ഓപ്പൺ മാസിക ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. അവരുടെ പത്രപ്രവർത്തനം, സ്വതന്ത്ര പത്രപ്രവർത്തനത്തോടുള്ള ആഭിമുഖ്യം കാണിക്കുമ്പോൾ ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ കെട്ടിലമ്മ സോണിയാഗാന്ധി, അവർക്ക് ഏത് തരം അസുഖമാണുള്ളവർ, ഏത് തരം വിദേശത്ത് മാത്രമേ പര്യടനത്തിന് പോവുള്ളൂ, വിദേശത്ത് മാത്രമേ പോകുള്ളൂ. ഇവിടെ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പ്രസിദ്ധീകരിക്കാം സാർ. ഓക്കെ. ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് 3ാം തവണ പിണറായി വിജയൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നത് സങ്കടകരമായിരുന്നു. കാരണം അദ്ദേഹം ഇത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു രോഗമാണല്ലോ, ക്യാൻസർ വേദന ഉണ്ടാക്കുന്നത്. പക്ഷേ പിണറായി വളരെ അരഗൻ്റൊക്കെ ആയി പെരുമാറിയതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. ഞാൻ വളരെ ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന മറ്റൊരു പിണറായിയെ കണ്ടിട്ടുള്ള ആളാണ് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പിണറായി വളരെ പെട്ടെന്ന് ഇങ്ങനെ പെരുമാറും. ഒരു അസാമാന്യമായ വേദനയൊക്കെ സഹിക്കുമ്പോൾ ഈ കീമോയൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ അറിയാമല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി കടന്നു പോയതെങ്കിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോട് നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാം. പിന്നെ ചില കാര്യങ്ങളുണ്ട്, പത്രപ്രവർത്തകർ എഴുതി പിടിപ്പിക്കുന്നത് പോലെ 2016 അധികാരം ഏറ്റെടുത്ത പിണറായി ആര് തന്നെയാണ്, അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 2016 VSN അടിച്ച ലോട്ടറി ടിക്കറ്റ് അടിച്ചു മാറ്റിയതല്ലേ പിണറായി? ശരിയാണ്, മുഖ്യമന്ത്രിയായിരുന്നു. VSN പടം കാണിച്ച ഇലക്ഷൻ വെച്ചിട്ടല്ലേ പുള്ളിനെ മറ്റേ കമ്മീഷനാക്കി മാറ്റിയിട്ട്. എനിവേ
നേരത്തെ പറഞ്ഞ പോലെ ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ബിഗ് ക്രൈം. ഒരു ഭാഗ്യത്തിൻ്റെ മുമ്പിൽ ഒരു വൻ എന്താ പറയണ അപകടം അല്ലെങ്കിൽ വൻ കുറ്റം ക്രൈം നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ബെൽസാക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ നോവലിൻ്റെ തുടക്കം അങ്ങനെയാണ്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ഗ്രേറ്റ് ക്രൈം. ഏതായാലും 4-ാം തീയതി അറിയാം. സംസ്ഥാന സർക്കാർ 5-ാം തീയതി മുതൽ പന്തലിടാനുള്ള പണി തുടങ്ങണമെന്ന് പിണറായി സർക്കാർ CPM തീരുമാനിച്ചിട്ടുണ്ട്. അതും ആദ്യം പറഞ്ഞത് നമ്മളാണ്. കുറേ ആളുകൾ അതിനും നമ്മളെ ചീത്ത വിളിച്ചു. ഏതായാലും 5-ാം തീയതി അറിയാം ആര് പന്തലിടും എന്നുള്ളത്. മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും പിണറായി വിജയൻ വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, ഇനി അദ്ദേഹത്തിന് മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകേണ്ട എന്ന് ഓപ്പൺ മാസികയുടെ ഉല്ലേഖ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരം വ്യഥകളും വേദനകളും ഇല്ലാത്ത ഒരു ഭരണം അദ്ദേഹം നടത്തട്ടെ. അടുത്ത 5 വർഷം കൊല്ലരുത് കേരളത്തെ. അല്ല, ഒരു കാര്യം കൂടിയുണ്ട് സുനിൽ. ഒരു കാര്യത്തിൽ CPM അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. CPM ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കേണ്ടതെന്ന് പറയാനായിട്ട് ഇന്ന് കേരളത്തിലെ അവരുടെ മുന്നണിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ധൈര്യമില്ല. പിണറായി വിജയനായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിൽ 115 120 MLA കോൺഗ്രസ് മറ്റേ UDF ഉണ്ടായിട്ട് കൂടി പാണക്കാട്ട് തങ്ങളാണ് പറയുന്നത് ആരാണ് മുസ്ലിം മറ്റേ കേരള മുഖ്യമന്ത്രിയാവേണ്ടത്. അതിലും എത്രയോ ഫാർ ബെറ്ററാണ് CPIM എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. CPM-നോടുള്ള പ്രത്യേകിച്ച് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ CPM-ന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന തലയെടുപ്പമുള്ള ആൾക്കൂട്ടത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ആരാ ഉള്ളത്? സീറോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്രിയ സത്യങ്ങളും മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങളും ഞങ്ങൾ ഇനിയും പറയും. ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഉറപ്പായും ചെയ്യണം.